ഇന്ന് നമ്മുടെ വയനാട് യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ മോർണിംഗ് ഒരു 7:30 ആകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ റോഡിലാണെങ്കിൽ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കാലാവസ്ഥ നമുക്ക് ഒട്ടും മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. വയനാട് ചുരം കയറുന്ന സൈഡിൽ തന്നെയുള്ള ചായക്കടയിൽ നിർത്തിയിട്ട് നമ്മൾ മോർണിംഗിലെ ചായ കുടിച്ചിട്ടുണ്ട്. പോണ വഴിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ അടിപൊളിയായി തുടങ്ങിയ കാഴ്ചത ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവരുടെ മുഖത്തോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന ആരുടെയൊക്കെയോ മുഖം കാണുന്ന പോലെ ഉണ്ടല്ലേ. ഒരു 8:30 ആയപ്പോൾ തന്നെ നമ്മൾ വയനാടിൻ്റെ എൻട്രൻസ് നമ്മൾ കടന്നിട്ടുണ്ട് കേട്ടോ. മോർണിംഗ് ആയപ്പോൾ അധികം തിരക്കോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല, നമ്മൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ എത്തിയപ്പോൾ വയനാട്ടിൽ നമ്മളൊരു എൻഡൂര് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു ട്രൈബൽ വില്ലേജ് കാണാനുള്ള സെറ്റപ്പിലാണ്. നമ്മുടെ വണ്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ജീപ്പ് എടുത്തിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ട്രൈബൽ വില്ലേജിൻ്റെ സെറ്റപ്പ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആയിട്ട് ഞാൻ കാണാൻ വേണ്ടി ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. പണ്ട് താമസിച്ചിരുന്ന ആദിവാസികളുടെ കുടിലിൻ്റെ ഒരു റീക്രിയേഷൻ ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് കേട്ടോ. കാണാനൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ ഈ ഒരു വയനാട് വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് പോകാം കേട്ടോ. ഇതിനൊക്കെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ പോകണം എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ടുള്ളത് കംപ്ലീറ്റ് വീഡിയോ എൻ്റെ ചാനലിൽ വരും കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് വിശപ്പ് സഹിക്കാൻ കഴിയാണ്ടായപ്പോൾ നമ്മളിതേ തൊട്ടടുത്ത് കാണുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ല അടിപൊളി ഫുഡ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനുശേഷം നമ്മൾ നേരെ പോയത് ബാണാസുര ഡാമിലുള്ള സ്പീഡ് ബോട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ തന്നെ വാക്കുകളില്ല, കാരണം അടിപൊളിയായിരുന്നു. ഇന്നത്തെ യാത്രയിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു സ്പീഡ് ബോട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് അഫോർഡബിൾ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളൊരു യാത്രയാണ് ഇന്നത്തെ. ഇതിനുശേഷം ഞാനും പെങ്ങളും നേരെ പോയത് സിപ്പ് ലൈനറിലോട്ടാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.